So we are moving to the next part, Charles I and his Parliament. We already discussed about the administration of James I and the problems faced by the king from the part of his Parliament. So we are moving to the next king, Charles I, and the problems faced by the king from his own Parliament. So, James I was succeeded by his son Charles in 1625 to 1649. 1625 ജെയിംസ് ഫസ്റ്റിൻ്റെ ഭരണം അവസാനിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ ചാൾസ് ഫസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം സ്കോട്ട്ലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയുടെ കണ്ടിന്യൂവേഷനാണ് ഇവിടെ ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജെയിംസ് ഫസ്റ്റ് ഓൾറെഡി കാത്തലിക്കായിട്ട് ജനിക്കുകയും പിന്നീട് അദ്ദേഹം പ്രൊട്ടസ്റ്റാൻറ്റിസം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡിലെ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നതിന് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് പ്രസ്ബിറ്റേറിയൻ ചർച്ച്, otherwise called as Kirk, K-I-R-K, Kirk. Also the same meaning, church. But the Presbyterians have some peculiar features other than that of the Anglican Church in England. The main differentiation between the two beliefs, in Anglican Church there was a possibility of a bishop's administration in the field of religion, but in the Presbyterian Church in Scotland there is no bishops. Who is the elderman? Elderman is otherwise called in the Scottish language the presbyter. That's why the church is called as Presbyterian Church. So this is the main difference. Remind in your mind, and we are moving in the next part. We can see that difference in these two beliefs. Being a true chip of old block, Charles inherited most of the characteristics of his father. Like his father, Charles firmly believed in divine right of king. Divine right theory എന്താണെന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ജെയിംസ് ഫസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ ചാൾസ് ഫസ്റ്റും following the same pattern which showed by his father in his reign. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവിടെ ജെയിംസ് ഫസ്റ്റ് ഫേസ് ചെയ്ത സെയിം ഇഷ്യൂസ് ഒക്കെ തന്നെ ഇവിടെ ചാൾസ് ഫസ്റ്റിനും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് രാജാവ് അതിന് ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ മെയിനായിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. Moreover, he was tactless and headstrong. Soon after his accession, Charles offended the English by marrying a Catholic princess, Henrietta Maria, sister of Louis XIII of France. Her enormous influence over him was one of the cause of his ruin. അപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുത്തു. അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസിയാണ്. എന്നിട്ടും അദ്ദേഹം വിവാഹം കഴിച്ചത് ഫ്രാൻസിലെ രാജാവായിട്ടുള്ള ലൂയിസ് XIII പെങ്ങളെയാണ്. അതുള്ള പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹെൻറിറ്റ മാരിയ. ഈ ഹെൻറിറ്റ മാരിയയെ കല്യാണം കഴിച്ചത് ഇംഗ്ലണ്ടിലൊരു വിഷയമായി മാറിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, രാജാവ് പ്രൊട്ടസ്റ്റൻറ്റും അദ്ദേഹം വിവാഹം കഴിച്ച രാജ്ഞി ഒരു കാത്തലിക് വിശ്വാസിയുമാണ്. ഓൾറെഡി ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് റോമൻ കാത്തലിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആംഗ്ലിക്കൻസിന് താല്പര്യമില്ലാത്ത മറ്റൊരു വിഭാഗമാണ് പ്യൂരിറ്റൻസ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തോടുമുള്ള എതിർപ്പ്, പ്യൂരിറ്റൻസിനോടും ഒപ്പം തന്നെ റോമൻ കാത്തലിസത്തോടുമുള്ള എതിർപ്പ്
നിലനിൽക്കെ തന്നെയാണ് രാജാവ് പോയിട്ട് ഒരു കാത്തലിക്കിനെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഭാവി പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ട് ഇംഗ്ലണ്ടിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചാൾസ് ഫസ്റ്റ് reign was one of disputes and quarrels with the parliament. There were several causes for the clash. The factors and circumstances which generated the rivalry and dispute between James I and Parliament existed during Charles' reign also. അപ്പോൾ എന്താണോ അവിടെ ചാൾസ് ഫസ്റ്റിന് നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ഭീഷണികളെന്ന് പറയുന്നത് അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് ഫണ്ട് അനുവദിക്കുന്നതിൽ പാർലമെൻറ്റ് കാണിക്കുന്ന വിമുഖത, അതുപോലെ തന്നെ ജെയിംസ് ഫസ്റ്റ് ഓൾറെഡി കാത്തലിസത്തോട് കാണിച്ചിരുന്ന ഒരു താല്പര്യം, അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ കൂടി അദ്ദേഹം കാത്തലിസത്തോട് കാണിച്ചിരുന്ന ഒരു അമിതമായിട്ടുള്ള താല്പര്യം ഇവിടെ ചാൾസ് ഫസ്റ്റും കാത്തലിസത്തോട് കാണിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വൈഫ് കാത്തലിക്കാണ്, റോമൻ കാത്തലിക്കാണ്. അതുകൊണ്ട് തന്നെ രാജാവിന് ആ മതത്തിനോടൊരു എതിർപ്പ് പ്രകടിപ്പിക്കാനായിട്ട് ഒരിക്കലും സാധിച്ചിരുന്നില്ല. ഹിസ് റിലീജിയൻ, ഫോറിൻ പോളിസി ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടു പാർലമെൻറ്റ് precipitated the crisis that made his reign one of the bloodiest in the annals of English history. അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനങ്ങളും അദ്ദേഹം പാർലമെൻറ്റിനോട് കാണിച്ച ഒരു പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം കാലഘട്ടമായിട്ടാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. Like his father, Charles was an Orthodox Anglican, while the Parliament was largely Puritan. ഇവിടെ തന്നെ പ്രശ്നമാണ്. അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റ് ആണ്, ആംഗ്ലിക്കനാണ് രാജാവ്. എന്നിരുന്നാൽ പോലും പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം സ്റ്റേജ് ആയിട്ടുള്ള പ്യൂരിറ്റൻസ് ആണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പാർലമെൻറ്റിലെ മെജോറിറ്റി ആൾക്കാരും പ്യൂരിറ്റൻ വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് ആംഗ്ലിക്കൻസിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ പാർലമെൻറ്റ് അംഗീകരിക്കാത്തൊരു സാഹചര്യം വരും. കാരണം അവർ പ്യൂരിറ്റൻസ് ആയതുകൊണ്ട് അവരതിനെ ശക്തമായിട്ട് എതിർക്കാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുകയാണ്. Besides, he was inclined to tolerate Catholicism due to influence of his queen, but the Parliament, especially the Commons, had seen strongly anti-Catholic. ഞാൻ നേരത്തെ ഉന്നയിച്ച പ്രശ്നം തന്നെയാണ് നിലനിൽക്കുന്നത്. രാജ്ഞിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട്, കാത്തലിക് ആയതുകൊണ്ട് തന്നെ രാജ്ഞിയുടെ ഇൻഫ്ലുവൻസിൽ രാജാവ് കുറേയൊക്കെ അവരോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. പക്ഷെ അവിടുത്തെ ജനങ്ങൾ, മെജോറിറ്റി ആയിട്ടുള്ള ജനങ്ങൾ ആംഗ്ലിക്കൻസ് ആയതുകൊണ്ടും അവർക്ക് റോമൻ കാത്തലിസത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടും അവരിതിനെ ശക്തമായിട്ട് എതിർക്കാനായിട്ട് തുടങ്ങി. അത് പാർലമെൻറ്റ് ഏറ്റെടുക്കാനും കാരണമായി. The Parliament had no trust in the king and his ministers. Worse than all, the king's determination to rule arbitrarily alienated the people and Parliament alike. When the Parliament refused to vote him subsidies, he went on levying new taxes. അപ്പോൾ ഇവിടെ പാർലമെൻറ്റുമായിട്ട് രാജാവ് നിരന്തരം പ്രശ്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് രാജാവിന് പണത്തിൻ്റെ ആവശ്യം വരുമ്പോഴൊക്കെ പാർലമെൻറ്റ് അതിനെ ഡിനൈ ചെയ്തിരുന്നു എന്നുള്ളതാണ്. രാജാവ് ആവശ്യപ്പെടുന്ന സബ്സിഡീസോ രാജാവ് ആവശ്യപ്പെടുന്ന ഫണ്ടോ ഒരിക്കൽ പോലും അനുവദിക്കാനായിട്ട് പാർലമെൻറ്റ് തയ്യാറായില്ല. ഇത് രാജാവിന് വലിയ ഭരണ പ്രതിസന്ധി ഉണ്ടാവാനായിട്ട് കാരണമായി. ഇംഗ്ലണ്ട് വാസ് ഇൻവോൾവ്ഡ് ഇൻ ദ 30 years war. The military enterprises were a great drain on Charles, but the Parliament, to his great indignation, voted him money very niggardly. അപ്പോൾ അവിടെ ഒരു 30 വർഷത്തേക്ക് ഇംഗ്ലണ്ട് മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് രാജാവിന് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് ഫിനാൻസാണ്. ഇവിടെ ഫണ്ടിൻ്റെ ലാക്ക് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന കാലഘട്ടമാണ്. ഒരു യുദ്ധം നടക്കുമ്പോൾ മിലിറ്ററി എന്ന് പറയുന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പണത്തിൻ്റെ ലഭ്യത ആവശ്യമായിട്ട് വരും. ഇത് ലഭ്യമാകാത്ത സാഹചര്യം ഇംഗ്ലണ്ടിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. കാരണം രാജാവിന് ഫണ്ട് ചെയ്താൽ മാത്രമേ യുദ്ധത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുള്ളൂ.
But the parliament, to his great indignation, voted him money very niggardly. The king collected tunnage and poundage without the sanction of parliament, as he found it difficult to go on without money. He also extracted money by means of forced loan. ഇപ്പോൾ രാജാവിന് ഫണ്ട് കണ്ടെത്താതെ വേറെ മാർഗ്ഗമില്ല. കാരണം യുദ്ധം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന് ഈ യുദ്ധം ജയിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യ ഘട്ടത്തിലെത്തിയപ്പോൾ രാജാവ് പുതിയതായിട്ട് 2 ടാക്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഒന്നിൻ്റെ പേര് ട്യൂണേജ് എന്നും മറ്റൊന്നിൻ്റെ പേര് പൗണ്ടേജ് എന്നും. ഇത് രണ്ടും എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും രാജാവിന് കൊടുക്കേണ്ട നികുതികളായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇതുവഴി ഒരുപാട് പൈസ യുദ്ധത്തിലേക്ക് ഇറക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ശേഖരിക്കാനായിട്ട് സാധിച്ചു. ഇതുകൊണ്ടൊന്നും പോരാതെ വന്ന മറ്റ് പൈസ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിർബന്ധപൂർവ്വം ആളുകളെ കൊണ്ട് ലോൺ എടുപ്പിക്കാനായിട്ട് തുടങ്ങി. കാരണം ഒരു യുദ്ധം നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ അത് സാരമായിട്ട് ബാധിക്കും. അത് ഇപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡിലായാലും മറ്റേതെങ്കിലും ട്രേഡ് മേഖലയിലായാലും അതിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഫലനങ്ങളുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിന് വരുന്ന ഒരു ഇക്കണോമിക്കൽ ഔട്ട്ബാക്കിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധപൂർവ്വം ലോണുകൾ എടുപ്പിക്കാനായിട്ട് തുടങ്ങി. ആ ലോണുകൾ എടുക്കുന്നത് വഴി അവർക്ക് വരുന്ന പലിശ ഇനത്തിൽ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാജാവ് യുദ്ധത്തിന് വേണ്ടി കൂടുതലായിട്ട് പൈസ കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങി. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സർ ജോൺ എലിയറ്റ്, ദി ആംഗ്രി കോമൺസ് ഡ്രൂ അപ്പ് the famous Petition of Rights in 1628 and presented it before the king's assent. After much hesitation, the king accepted the petition, and thus it became the second great charter of English liberties. ഇപ്പോൾ രാജാവ് ഇത്തരത്തിൽ ഫോഴ്സ് ചെയ്തുകൊണ്ട് ലോൺ എടുപ്പിക്കുകയും അതുപോലെ തന്നെ ട്യൂണേജും പൗണ്ടേജും ഒക്കെ അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ലാതെ ഈ സമയത്താണ് അവർ ഒരു നേതാവിനെ കണ്ടെത്തുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നു. ആ നേതാവിൻ്റെ പേരാണ് ജോൺ എലിയറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവർ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന അവരുടെ അവകാശങ്ങളുടെ ഒരു പത്രിക തയ്യാറാക്കി. 1628 ഇത് തയ്യാറാക്കുന്നത്. ഇത് രാജാവിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം ഒരുപാട് വട്ടം അതിനെ നിരസിച്ചെങ്കിലും അവസാനം രാജാവിന് അതിൽ ഒപ്പുവെക്കേണ്ടതായിട്ട് വരികയാണ്. ഇതിനെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 2ാമത്തെ രേഖ എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ നാച്ചുറലി ഒരു ചോദ്യം വരും, ഏതാണ് 1ാമത്തെ രേഖ എന്ന്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് മാഗ്ന കാർട്ട. 1215 കിങ് ജോണിനെ കൊണ്ട് അവർ ഒപ്പുവെപ്പിച്ച അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള രേഖയാണ് മാഗ്ന കാർട്ട. അപ്പോൾ മാഗ്ന കാർട്ട കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന അല്ലെങ്കിൽ അത്ര തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ചരിത്ര രേഖയായിട്ടാണ് ഈ പറയുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനെ ഇവർ കണക്കാക്കുന്നത്. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇവർ തയ്യാറാക്കിയത്. ഇനി ഓരോന്നും നമ്മൾ കാണാൻ പോവുകയാണ്. ഓരോന്നും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പഠിച്ചു വയ്ക്കുക. 4 കാര്യങ്ങളാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലുള്ളത്. The chief demand of the petition of rights were the following. First one, loans and taxes of any kind should not be collected without parliamentary sanction. അവരുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് തന്നെ അവർ ആദ്യത്തെ ക്ലോസിൽ പരിഹാരം കണ്ടെത്തുകയാണ്. ഈ രാജാവ് നിർബന്ധപൂർവ്വം ലോൺ എടുപ്പിക്കുന്നു, അതുപോലെ തന്നെ നിർബന്ധപൂർവ്വം ചില ടാക്സുകൾ അവരെ കൊണ്ട് അടപ്പിക്കുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് ഇനി പാർലമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഏതെങ്കിലും തരത്തിൽ ടാക്സ് പിരിക്കാനോ ജനങ്ങളെ കൊണ്ട് ലോൺ എടുപ്പിക്കാനോ രാജാവിന് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല. 1ാമത്തെ അവരുടെ ക്ലോസ് ഇമ്പോർട്ടൻറ്റ്. 2ാമത്തേത്, നൺ ഷുഡ് ബി ഇംപ്രിസൺഡ് വിത്തൗട്ട് കോസ് ഷോൺ. അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചിരുന്ന ഏറ്റവും വലിയ ഭരണപരാജയമാണത്. ഒരാളെ കാരണമൊന്നുമില്ലാതെ തന്നെ തടവിൽ വയ്ക്കാൻ രാജാവിന് അധികാരം ഉണ്ടായിരുന്നു. നമ്മളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിനുള്ള കാരണം കാണിക്കണം. സംശയത്തിൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ സാഹചര്യത്തിൽ, നിങ്ങളാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ എന്നൊക്കെ നമ്മളോട് കാരണം കാണിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യേണ്ടത്.
പക്ഷേ ഇംഗ്ലണ്ടിൽ അക്കാലഘട്ടത്തിൽ രാജാവ് വിചാരിക്കുന്ന ആളുകളെ തടങ്കലിൽ വെക്കാനുള്ള അനുവാദം രാജാവിനുണ്ടായിരുന്നു. ഈ സിസ്റ്റം ഇംഗ്ലണ്ടിൽ നിർത്തലാക്കി. കാരണം കാണിക്കാതെ ആരെയും തടങ്കലിൽ വെക്കാൻ രാജാവിന് അധികാരമില്ല എന്നുള്ള രീതിയിലേക്ക് രണ്ടാമത്തെ ക്ലോസ് അവർ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ എഴുതി ചേർത്തു. ഇനി മൂന്നാമത്തെ അവരുടെ അവകാശവാദമാണ് മാർഷ്യൽ ലോ ഷുഡ് നോട്ട് ബി ഡിക്ലെയർഡ് ഇൻ ദ ടൈം ഓഫ് പീസ്. സം ഓഫ് ദിസ് were റിയലി റെപ്പിറ്റീഷൻ ഓഫ് ഓൾഡ് പ്രൊവിഷൻസ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ സമാധാനം രാജ്യത്ത് നിലനിൽക്കുന്നത് ആ സമയത്ത് മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർഷ്യൽ ലോ അനുവദിക്കാനായിട്ട് പാടില്ല. കാരണം സമാധാനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ മിലിറ്ററി ഫോഴ്സിന് ഉപയോഗിക്കേണ്ട യാതൊരു വിധത്തിലുള്ള സാഹചര്യങ്ങളും ഇംഗ്ലണ്ടിലില്ല. അപ്പോൾ അത് രാജാവ് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ബില്ലറ്റിംഗ് ദ സോൾജിയേഴ്സ് ഓൺ പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് ഷുഡ് ബി സ്റ്റോപ്ഡ്. അപ്പോൾ ഈ സോൾജിയേഴ്സിനെ ഈ പ്രൈവറ്റ് ഹൗസ് ഹോൾഡിൽ നിലനിർത്തിക്കൊണ്ടുള്ള രാജാവിൻ്റെ ഈ ഭരണരീതി അത് മാറണം എന്നുള്ളൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചു. ഇവരെ സാധാരണക്കാരുടെ കൂടെ താമസിപ്പിക്കുകയാണ്. മിലിറ്ററിക്ക് വേറൊരു വിഭാഗമായിട്ട് അതിനെ മാറ്റി നിർത്താനായിട്ട് രാജാവ് ശ്രമിച്ചില്ല എന്നുള്ളതുകൊണ്ട് അത് മാറ്റണം എന്നുള്ളൊരാവശ്യം കൂടി പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ അവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തേതിൽ ലോൺസും ടാക്സും പാർലമെൻറ്റിൻ്റെ കൺസേൺ ഇല്ലാതെ യാതൊരു കാരണവശാലും നടപ്പിലാക്കാൻ പാടില്ല. 2, ആളുകളെ തടങ്കലിൽ വെക്കുന്നതിന് നിർബന്ധമായിട്ടും കാരണം കാണിക്കണം. 3, ഹൗസ് ഹോൾഡ്സിൽ പ്രൈവറ്റ് ഹൗസ് ഹോൾഡ്സിൽ മിലിറ്ററിയെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതി നിർത്തലാക്കണം. 4, മാർഷ്യൽ ലോ എന്ന് പറയുന്നത് സമാധാനം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഉപയോഗപ്പെടുത്താനായിട്ട് പാടില്ല. Nevertheless, the document has placed an importance in the constitutional history. Even after the petition of rights, the tug of war continued. The Puritan Parliament passed some resolution against the king. Charles retaliated by dissolving the Parliament and putting Sir John Eliot in the Tower, where he died in 1632 as a martyr of English liberty. The king then resolved to rule without Parliament and thus began his tyranny of 11 years. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിയ ജോൺ എലിയറ്റ്, നേരത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പെറ്റീഷൻ ഓഫ് റൈറ്റ് ക്രിയേറ്റ് ചെയ്ത വ്യക്തി, അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ചു. കാരണം അദ്ദേഹം ജനങ്ങളെ രാജാവിനെതിരായിട്ട് തിരിയാൻ പ്രേരിപ്പിക്കുന്നു എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ തടങ്കലിൽ വയ്ക്കാനായിട്ട് തീരുമാനിച്ചു. 1632 അദ്ദേഹം അവിടെ കിടന്ന് തന്നെ രക്തസാക്ഷിയായി. ഇംഗ്ലണ്ടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷിയായ ആദ്യത്തെ വ്യക്തിയാണ് ജോൺ എലിയറ്റ്. അപ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് ആളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തടങ്കലിൽ വെച്ചു. പിന്നീട് അദ്ദേഹം ആ തടങ്കലിൽ കിടന്ന് തന്നെ മരിക്കാനായിട്ട് കാരണമായി. ഒപ്പം തന്നെ ചാൾസ് ഒരുപാട് നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കുന്നത് കണ്ടപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി അദ്ദേഹം പാർലമെൻറ്റിനെ തന്നെ പിരിച്ചുവിട്ടു. ഇനി പാർലമെൻറ്റ് ഇല്ലാത്ത സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണം നടത്താനായിട്ട് ചാൾസ് തീരുമാനിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർലമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ പാർലമെൻറ്റിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുവേണ്ടി അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് പാർലമെൻറ്റ് തന്നെ പിരിച്ചുവിടാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. For 11 years, Charles I ruled his realm arbitrarily without summoning any parliament. 11 കൊല്ലം പാർലമെൻറ്റ് വിളിച്ചു ചേർക്കാതെ ആൾ സ്വന്തം ഇഷ്ടപ്രകാരം ആളുടെ മാത്രം ഇഷ്ടത്തിനനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. In order to avoid the necessity of parliament, Charles took care to rule as frugally as possible, curtailing expenditure and concluding peace with Spain and France. അപ്പോൾ രാജാവിന് ഇവിടെ പാർലമെൻറ്റ് ഇല്ല. ഫണ്ട് കിട്ടണമെങ്കിൽ, എപ്പോഴെങ്കിലും ആവശ്യം വന്നിട്ട് ഫണ്ട് കിട്ടണമെങ്കിൽ പാർലമെൻറ്റ് വേണം. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആൾ അടുത്ത രാജ്യങ്ങളായിട്ടുള്ള സ്പെയിനുമായിട്ടും ഫ്രാൻസുമായിട്ടും എപ്പോഴും ഒരു പീസ് മെയിൻറ്റെയിനിങ്ങിൽ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. ഏതെങ്കിലും കാരണവശാൽ ഈ രാജ്യങ്ങളിൽ നിന്ന് ഒരാക്രമണം ഉണ്ടായാൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി, ടാക്സ് പിരിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിനെ വീണ്ടും വിളിക്കേണ്ടതായിട്ട് വരും. കാരണം പാർലമെൻറ്റിൻ്റെ കൺസേൺ ഇല്ലാതെ പുതിയ ലോണുകൾ കൊടുക്കാനോ പുതിയ ടാക്സുകൾ ചുമത്താനോ രാജാവിന് അധികാരമില്ല.
അപ്പോൾ ഈ അവസരം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. സമാധാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആൾ വളരെയധികം കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോയി. He resorted to all means that were not flagrantly unlawful to raise money. A special means was to confer compulsory knighthood on all persons with a certain annual income after getting a payment from them. But his imposition of ship money created a storm of opposition. Formerly, this tax was imposed only on coastal counties, but now Charles made it a common tax. അപ്പോൾ അടുത്ത പ്രശ്നം ക്രിയേറ്റ് ചെയ്തു. രാജാവ് എല്ലാവരും നിർബന്ധമായിട്ടും മിലിറ്ററി സർവീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള തീരുമാനമെടുത്തു. അതും പോരാഞ്ഞിട്ട് അദ്ദേഹം ഷിപ്പ് മണി എന്ന പേരിൽ പുതിയൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്തിനാണ് ഷിപ്പ് മണി എന്ന് പറയുന്നത്? കോസ്റ്റൽ ഏരിയകൾ, അതായത് കടൽ തീരമുള്ള മേഖലകളിൽ അവർ മാത്രം, ആ കൗണ്ടീസ് മാത്രം, ഇപ്പോൾ ഇന്നലെ കുറേ കൗണ്ടീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇസെക്സ്, വെസെക്സ്, സോമർസെറ്റ്, അതുപോലെ തന്നെ കെൻറ്റ്, നോർത്തുംബർലാൻഡ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോസ്റ്റൽ ഏരിയകളുള്ള പല കൗണ്ടീസും ഇംഗ്ലണ്ടിൽ നിലവിലുണ്ട്. ഈ കൗണ്ടീസിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന ഷിപ്പ് മണി എന്ന് പറയുന്ന ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ചാൾസ് ഫസ്റ്റ് അദ്ദേഹത്തിന് പൈസയുടെ ഷോർട്ടേജ് വന്നപ്പോൾ കോസ്റ്റൽ ഏരിയ ഇല്ലാത്ത കൗണ്ടീസിൽ പോലും ഇത്തരത്തിലുള്ള ഷിപ്പ് മണി എന്ന് പറയുന്ന ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഫണ്ട് അദ്ദേഹം കളക്ട് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു ഡിഫറൻഷിയേഷൻ അദ്ദേഹത്തിന് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പാർലമെൻറ്റ് ഇതിനെ ശക്തമായിട്ട് എതിർക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. A special means was to confer compulsory knighthood on all persons with a certain annual income after getting a payment from them. But his imposition of ship money created a storm of opposition. Formerly, this tax was imposed only coastal counties, but now Charles made it as a common tax. The personal rule of Charles might have continued indefinitely had he not tried to impose Arminianism on Presbyterian Scotland. The Scots hated Anglicanism just like Anglicans hated Catholicism. Therefore, the endeavor of the king and his archbishop to enforce religious uniformity brought about a series of wars, the bishop wars in 1639 and 1640. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നത്തിന് അദ്ദേഹം സാധ്യതയുണ്ടാക്കുകയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഷിപ്പ് മണി ക്രിയേറ്റ് ചെയ്തു, എല്ലാ കൗണ്ടീസിലും ഷിപ്പ് മണി ടാക്സ് അടയ്ക്കണമെന്ന് നിർബന്ധപൂർവ്വം അദ്ദേഹം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതൊന്നും പോരാതെ അദ്ദേഹം സ്കോട്ട്ലൻഡിലെ പ്രെസ്ബിറ്റേറിയൻ ചർച്ചിനെതിരെ തിരിയാണ്. ആ പ്രശ്നമാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പ്രെസ്ബിറ്റേറിയൻ ചർച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ ബിഷപ്പുമാർക്ക് പ്രാധാന്യമില്ല. ആരാണോ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തി, എൽഡർ പേഴ്സൺ, അദ്ദേഹമാണ് അവിടുത്തെ പ്രെസ്ബിറ്റേറിയൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ സ്കോട്ട്ലൻഡിലെ ചർച്ചിനെ പ്രെസ്ബിറ്റേറിയൻ ചർച്ച് എന്ന് വിളിക്കുന്നത്. പ്രെസ്ബിറ്റേറിയൻ ചർച്ച് ഓർ കിർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ ചർച്ചിലൊരു മാറ്റം വരണം, ഇവിടെ ബിഷപ്പുമാരുണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം ചാൾസ് ഫസ്റ്റ് നിർബന്ധപൂർവം അവരെ അറിയിക്കാനായിട്ട് തുടങ്ങി. Therefore, the endeavors of the king and his archbishop to enforce religious uniformity brought about a series of wars called Bishop Wars in 1639 to 40. അപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിൽ സ്കോട്ട്ലൻഡിലെ ചർച്ചിനെയും ഇംഗ്ലണ്ടിലെ ചർച്ചിനെയും ഒന്നിപ്പിക്കാനായിട്ട്, അവർക്ക് തമ്മിലൊരു കോമൺ ആയിട്ടുള്ള വികാരം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് യുദ്ധത്തിലേക്ക് വഴിവെച്ചു. ആ യുദ്ധത്തിന് അറിയപ്പെടുന്ന പേരാണ് ബിഷപ്സ് വാർ. ബിഷപ്സ് വാർ നടക്കുന്നത് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ചും സ്കോട്ട്ലൻഡിലെ പ്രെസ്ബിറ്റേറിയൻ ചർച്ചും തമ്മിലുള്ള വ്യത്യാസത്തിലാണ്. The royal forces were beaten and the king was required to pay a large sum to the Scots. അപ്പോൾ സ്കോട്ട്ലൻഡിലെ ജനങ്ങൾക്ക് വേണ്ടി രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു വലിയ തുക റീഇംബേഴ്സ് ചെയ്യേണ്ടതായിട്ട് ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു.
The amount could not be raised without the help of the parliament, and hence the famous Long Parliament in 1640-60 was summoned. അപ്പോൾ രാജാവിന് പൈസ കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് കണ്ടെത്താനായിട്ട് 1640 മുതൽ 1660 വരെയുള്ള കാലഘട്ടം 20 വർഷം ഒരു ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാനായിട്ട് ചാൾസ് തയ്യാറായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കുക, അദ്ദേഹത്തിന് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രം അദ്ദേഹം പാർലമെൻറ്റ് വിളിക്കുകയും അല്ലാത്ത സാഹചര്യങ്ങളിൽ പാർലമെൻറ്റ് ഇല്ലാത്ത ഒരു ആർബിറ്ററി ആയിട്ടുള്ള ഭരണ സംവിധാനം തുടർന്നുകൊണ്ട് പോവുകയുമാണ് ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ചാൾസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The long parliament assembled in a determined mood, and its works of the first 9 months ushered in a new phase, one of the most blood-stained in the British history. The violence and severity shown by this parliament had been unprecedented. The king and his ministers were of course intolerant, but the parliament, still an aristocratic body, was no less intolerant. Its leaders was a Somersetshire gentleman, John Pym. His influence was so great that his enemies called him derisively King Pym. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ പാർലമെൻറ്റിൻ്റെ സഹായം വേണ്ടാതിരുന്ന രാജാവ് ഇപ്പോൾ വലിയൊരു പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ പാർലമെൻറ്റിൻ്റെ സഹായം തേടാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇതിൽ ദേഷ്യം കൊണ്ട പാർലമെൻറ്റ് എന്ത് ചെയ്തു? രാജാവിൻ്റെ ഒരു ആവശ്യവും അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ അവരുടെ പാർലമെൻറ്റിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പിം, PYM പിം. അദ്ദേഹത്തിനെ പലരും വിളിച്ചിരുന്നത് കിങ് പിം എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് രാജാവിന് ജനങ്ങൾക്കിടയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ആണ് പിമ്മിന് ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കിടയിൽ കിട്ടുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ഒരു രാജാവിൻ്റെ പവറിലേക്ക് ഉയർന്നു വന്നു. അപ്പോൾ രാജാവും രാജാവിൻ്റെ മിനിസ്റ്റേഴ്സും മാക്സിമം ടോളറൻ്റായിട്ട് താഴോട്ട് പോയി. അവർ ഡിമാൻഡ് ചെയ്ത ഫണ്ട് കിട്ടുന്നത് വരെ അവർ പാർലമെൻറ്റിന് മുൻപിൽ ബെഗ് ചെയ്യാനായിട്ട് തയ്യാറായി. പക്ഷേ ഒരിക്കൽ പോലും പാർലമെൻറ്റ് രാജാവിനോട് യാതൊരു വിധത്തിലുള്ള സഹിഷ്ണുതയും കാണിക്കാനായിട്ട് തയ്യാറായില്ല. അവർ പൂർണ്ണമായിട്ടും രാജാവിൻ്റെ തീരുമാനങ്ങളെ എതിർക്കുകയും ഫണ്ട് ചെയ്യാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചാൾസ് ഫസ്റ്റിന് അവരോട് പ്രതികരിക്കാൻ വേറെ മാർഗമില്ലാത്ത ഒരവസ്ഥയുണ്ടായി. The first attempt to parliament was to do away with all the leading ministers of the king. For this purpose, a bill of attainder was passed to punish them without trial. അപ്പോൾ പിമ്മിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് എടുത്ത സുപ്രധാനമായിട്ടുള്ള ആദ്യത്തെ തീരുമാനം, അവരൊരു ബില്ല് പാസ്സാക്കി, ബിൽ ഓഫ് അറ്റൈൻഡർ. അറ്റൈൻഡർ എന്ന് പറയുന്ന ബില്ല് പ്രകാരം ഏതൊരു മന്ത്രിയെയും രാജാവിൻ്റെ മിനിസ്റ്ററായിട്ടുള്ള ആരെയും ട്രയൽ ചെയ്യാതെ തന്നെ ശിക്ഷിക്കാനുള്ള അനുവാദം. ട്രയൽ മീൻസ് വിചാരണ. അപ്പോൾ വിചാരണ ചെയ്യാതെ തന്നെ അവരെ തടവിൽ വയ്ക്കാം, അവർക്ക് വേറെ പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള അധികാരം ആർക്ക് കിട്ടി? പാർലമെൻറ്റിന് കിട്ടി. അതുവരെ ഇതൊക്കെ ചെയ്തിരുന്നത് രാജാവായിരുന്നു. അപ്പോൾ രാജാവിൽ നിന്ന് ആ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് പാർലമെൻറ്റിന് പൂർണ്ണ അധികാരം. രാജാവിൻ്റെ മിനിസ്റ്റേഴ്സിൽ ആരെ വേണമെങ്കിലും പുറത്താക്കാം, അവരെ യാതൊരു വിധത്തിലുള്ള ട്രയലും കൂടാതെ ശിക്ഷ വിധിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ അവകാശം ഇവരതിലൂടെ നേടിയെടുത്തു. രണ്ടാമത് പാർലമെൻറ്റ് ചെയ്തൊരു കാര്യമാണ്, അക്കോർഡിംഗ്ലി തോമസ് വെൻഡ്വർത്ത്, ദി ഏൾ ഓഫ് സ്റ്റഫോർഡ്, വാസ് എക്സിക്യൂട്ടഡ് ഇൻ 1641. ഈ നിയമത്തിൻ്റെ സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്ററായിരുന്നു ഈ പറയുന്ന തോമസ് വെൻഡ്വർത്ത്. അദ്ദേഹത്തിന് 1641 ഇവർ എക്സിക്യൂട്ട് ചെയ്തു, കൊന്നുകളഞ്ഞു. കാരണം അദ്ദേഹം അത്രയും മോശമായിട്ടുള്ള ഭരണരീതിക്കാണ് കൂട്ടുനിന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയാനായിട്ട് ഇവർ തീരുമാനിച്ചു. ആർച്ച് ബിഷപ്പ് ലൗഡ് വാസ് കമ്മിറ്റഡ് ടു ദ ടവർ ആൻഡ് ആഫ്റ്റർ 4 years imprisonment he was executed. അപ്പോൾ രാജാവിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് കൂടെ നിന്ന ആർച്ച് ബിഷപ്പായിരുന്നു ബിഷപ്പ് ലൗഡ്. അദ്ദേഹത്തെ ഇവർ 4 വർഷം ഒരു ടവറിനകത്ത് പൂട്ടിയിട്ടു. പിന്നീട് 4 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അപ്പോൾ ശക്തമായിട്ട് പാർലമെൻറ്റ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇംഗ്ലണ്ടിൽ കാണുന്നത്.
രാജാവിന് ഒരു വിധത്തിലുള്ള സാധ്യതയും കൊടുക്കാതെ പൂർണ്ണമായിട്ടും അവരുടെ അധികാരത്തിന് കീഴിലേക്ക് അവർ ഇംഗ്ലണ്ടിൻ്റെ ഭരണം കൊണ്ടുവരികയാണ്. The Parliament then abolished the Court of Star Chamber and High Commission, which were the engines of tyranny. അപ്പോൾ രണ്ട് വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് രാജാവിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക്. ഒന്ന് സ്റ്റാർ ചേംബറും മറ്റൊന്ന് ഹൈ കമ്മീഷനും. സ്റ്റാർ ചേംബറിൽ കുറച്ച് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഹൈ കമ്മീഷനിലും കുറച്ച് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് രാജാവിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അദ്ദേഹത്തിന് എപ്പോഴാണോ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കാനാണ് ഈ പറയുന്ന സ്റ്റാർ ചേംബറും ഹൈ കമ്മീഷനും നിലനിന്നിരുന്നു. പക്ഷേ ഈ ഹൈ കമ്മീഷനും സ്റ്റാർ ചേംബറും ഒരിക്കൽ പോലും ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കാനായിട്ട് തയ്യാറായില്ല. അവർ പൂർണ്ണമായിട്ടും രാജാവിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ അതിന് കുടപിടിക്കുന്ന ആൾക്കാരായിട്ട് രാജാവിൻ്റെ കൂടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു. An act was passed declaring that long parliament should not be prorogued or dissolved without its own consent. അടുത്ത നിയമം, ഒരു കാരണവശാലും പാർലമെൻറ്റിൻ്റെ അനുവാദം ഇല്ലാതെ പാർലമെൻറ്റ് പിരിച്ചുവിടാൻ പാടില്ല. പാർലമെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പാർലമെൻറ്റ് പറയണം, അല്ലാതെ രാജാവിന് ഇഷ്ടമില്ലാതെ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പാർലമെൻറ്റ് പിരിച്ചുവിടുന്ന രീതി ഇനി മുതൽ ഇംഗ്ലണ്ടിൽ നടക്കില്ല എന്നുള്ളൊരു തീരുമാനം അവർ പാർലമെൻറ്റിലെടുത്തു. പാർലമെൻറ്റ് പിരിച്ചുവിടണമെങ്കിൽ പാർലമെൻറ്റിനോട് ചോദിക്കണം. ആ ഒരു നിയമം കൂടി അവർ പാസ്സാക്കിയെടുത്തു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ വാസ് passage of the Tyrannical Act. According to it, the king had to summon parliament every 3 years. അടുത്ത ശക്തമായിട്ടുള്ള തീരുമാനം, ഏത് രാജാവ് ഭരണം നടത്തിയാലും 3 വർഷത്തിലൊരിക്കൽ പാർലമെൻറ്റ് വിളിച്ചു ചേർത്തിരിക്കണം. രാജാവിന് ആവശ്യമുള്ളപ്പോൾ മാത്രം പാർലമെൻറ്റ് വിളിക്കുന്ന രീതി ഇനി ഇംഗ്ലണ്ടിൽ പറ്റില്ല. പാർലമെൻറ്റ് പിരിച്ചുവിട്ടാൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ഒരു വട്ടമെങ്കിലും പാർലമെൻറ്റ് വിളിച്ച് ചേർത്തിരിക്കണം. അപ്പോൾ അത് പാർലമെൻറ്റിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത പുതിയ ആക്റ്റാണ്. അതിൻ്റെ പേരാണ് ടൈറനിയൽ ആക്ട് എന്ന് പറയുന്നത്. ഓരോ 3 വർഷത്തിലും പാർലമെൻറ്റിനെ നിർബന്ധമായിട്ടും വിളിച്ചിരിക്കണം. Hitherto the parliament remained undivided, but the split occurred when it began to handle the religious issues. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ പ്രശ്നം, അതുവരെ പാർലമെൻറ്റ് ഒറ്റക്കെട്ടായിരുന്നു. അവിടെ പ്യൂരിറ്റൻസ് ഉണ്ട്, ആംഗ്ലിക്കൻസ് ഉണ്ട്, 2 വിഭാഗം ഉണ്ടെങ്കിലും അവർക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു സിംഗിൾ ഡിവിഷൻ, എ പാർട്ട് ഓഫ് എ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഓർ ദ പാർലമെൻറ്റ്. അപ്പോൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിരുന്നു പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ റിലീജിയസ് പരമായിട്ടുള്ള വിഷയങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റ് 2ആയിട്ട് സ്പ്ലിറ്റായി, പ്യൂരിറ്റൻസും ആംഗ്ലിക്കൻസും. ഈ ആംഗ്ലിക്കാനിസത്തിൻ്റെ എക്സ്ട്രീം സ്റ്റേജാണ് പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് പോലും അവരിൽ 2 വിഭാഗക്കാരുണ്ടാവാനായിട്ട് തുടങ്ങി. എന്താണ് അവർ റിലീജിയനിലെടുത്ത സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. There were extreme Puritans in the Commons who introduced a root and branch bill to extensions in the prelacy. Prelacy means bishop എന്നാണ് അർത്ഥം. അപ്പോൾ ബിഷപ്പുമാരുള്ള രീതി അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അത് ആംഗ്ലിക്കൻസിന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആംഗ്ലിക്കൻസിൻ്റെ ആവശ്യമാണ് ബിഷപ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാമെന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. ദ മോഡറേറ്റ് മെൻ ഒപ്പോസ്ഡ് ദിസ്. ദാസ് ദ ക്വസ്റ്റ്യൻ ഓഫ് റിലീജിയൻ ബ്രോക്ക് ദ യൂണിറ്റി ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് ദിസ് ടെംപ്റ്റഡ് ദ കിങ് ടു ടേക്ക് സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് ദ ലീഡേഴ്സ് ഓഫ് ദി കോമൺസ്. അപ്പോൾ ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു നിയമമാണ്. കാരണം ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ എന്തായാലും പാർലമെൻറ്റിൽ സ്പ്ലിറ്റ് ഉണ്ടാവുമെന്ന് രാജാവിനറിയാം. ഈ പാർലമെൻറ്റിൽ സ്പ്ലിറ്റ് ഉണ്ടായാലുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന് വളരെ എളുപ്പത്തിൽ അവർക്കെതിരെയുള്ള ആക്ഷൻസ് സ്വീകരിക്കാം. അതുവഴി അവർ ആ ആക്ഷൻസ് എടുക്കുന്നത് വഴി രാജാവിന് എത്രയും പെട്ടെന്ന് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബിഷപ്പുമാരെ ഇല്ലാതാക്കുന്ന ഒരു നിയമം
കൊണ്ടുവരാനായിട്ട് ഇംഗ്ലണ്ടിലെ രാജാവ് തീരുമാനിച്ചത്. പക്ഷേ പാർലമെൻറ്റ് അതിന് ശക്തമായിട്ട് എതിർത്തു. കാരണം കൂടുതലും ആളുകൾ ഉണ്ടായിരുന്നത് പ്യൂരിറ്റൻസ് അല്ല, അവർ ആംഗ്ലിക്കൻസ് ആയിരുന്നു. ആംഗ്ലിക്കൻസ് ഈ ബിഷപ്പിനെതിരായിട്ടുള്ള ഈ തീരുമാനം ശക്തമായിട്ട് എതിർത്തു. പക്ഷേ പ്യൂരിറ്റൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ സപ്പോർട്ട് വഴി രാജാവ് ഇവർക്കെതിരെ തിരിയാനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ കണ്ടെത്താനായിട്ട് തുടങ്ങി. The king made a futile attempt to arrest 5 leading men of the house, including Pym. അപ്പോൾ പിം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് രാജാവ് ഒരു മൂവ്മെൻറ്റ് നടത്തി. എങ്ങനെയും ഇവർ പാർലമെൻറ്റിൻ്റെ യോഗം കൂടുമ്പോൾ ആ യോഗത്തിലേക്ക് ഇടിച്ചു കയറി എല്ലാവരെയും പിടിച്ച് ജയിലിലിടാമെന്നുള്ളൊരു തീരുമാനം രാജാവ് എടുത്തു. അങ്ങനെ രാജാവ് ഒരു ഫോഴ്സുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാണ്. With a body of armed men, Charles rushed into the hall. But to his chagrin, Charles found no trace of his enemies as they had already escaped. അദ്ദേഹം വലിയൊരു ഫോഴ്സിനെയൊക്കെ കൊണ്ട് ഇവരുടെ പാർലമെൻറ്റ് മീറ്റിങ്ങിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി ചെന്നു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിരുന്ന പിം ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊന്നും അദ്ദേഹത്തിനവിടെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം അവിടെ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമം വിഫലമായി തീർന്നു. He then made preparations to dissolve the parliament forcefully. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാർലമെൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുത്തു. എങ്ങനെയും ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പാർലമെൻറ്റിനെ പിരിച്ചുവിടാം. This impelled the parliament to collect forces for its own protection. The upshot of all this was outbreak of the civil war. അപ്പോൾ രാജാവ് പാർലമെൻറ്റിനെതിരെ ശക്തമായിട്ട് തിരിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ പാർലമെൻറ്റ് എന്ത് ചെയ്തു? പാർലമെൻറ്റ് ഒരു തീരുമാനം എടുത്തു. ഒരു മിലിറ്ററി വിങ്ങിനെ നമുക്ക് സ്വന്തമായിട്ട് വേണം. എന്തിനു വേണ്ടി? രാജാവിൻ്റെ മിലിറ്ററീനെ എതിർക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊട്ടക്ഷൻ നിലനിൽക്കൂ എന്ന് മനസ്സിലായപ്പോൾ അവരൊരു മിലിറ്ററി വിങ്ങിനെ ഫോം ചെയ്തു. ഇപ്പോൾ പാർലമെൻറ്റിനൊരു മിലിറ്ററി വിങ് ഉണ്ടായിരിക്കും, രാജാവിനൊരു മിലിറ്ററി വിങ് ഉണ്ടായിരിക്കും. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, യുദ്ധമാണ് പിന്നീട് സിവിൽ വാർ എന്ന പേരിൽ 1642 മുതൽ 1645 വരെ ഇംഗ്ലണ്ടിൽ നിലനിന്നത്. ഇംഗ്ലണ്ട് കണ്ട ഏറ്റവും മോശമായിട്ടുള്ള സിവിൽ വാറാണ് 1642 to 45 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നടന്നത്. രാജാവിനെതിരായിട്ട്, രാജാവിൻ്റെ മിലിറ്ററിക്ക് എതിരായിട്ട് പാർലമെൻറ്റിൻ്റെ മിലിറ്ററി യുദ്ധം ചെയ്യുന്ന സാഹചര്യം. അപ്പോൾ ചാൾസ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭരണം തുടങ്ങുന്നു. അച്ഛനെ പോലെ തന്നെ, ജെയിംസ് ഫസ്റ്റിനെ പോലെ തന്നെ ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിച്ചിരുന്ന രാജാവായിരുന്നു ചാൾസ് ഫസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഭരണരീതി ഇഷ്ടപ്പെടാതിരുന്ന പാർലമെൻറ്റ് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട് തിരിയാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം പുതിയ ടാക്സുകളും പുതിയ ലോണുകളും ആളുകളെ കൊണ്ട് ഇടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു രേഖ ക്രിയേറ്റ് ചെയ്തു. 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവ്വം അവർ ഒപ്പുവെപ്പിച്ചു. 4 സുപ്രധാന തീരുമാനങ്ങളാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ അവർ നേടിയെടുത്തത്. അതിലൊന്നാമത്തേത് ലോൺസും അതുപോലെ തന്നെ പുതിയ ടാക്സുകളും പാർലമെൻറ്റിൻ്റെ കൺസേൺ ഇല്ലാതെ പിരിക്കാനായിട്ട് രാജാവിന് അധികാരമില്ല. അതുപോലെ തന്നെ പുതിയ കാരണങ്ങൾ കാണിക്കാതെയുള്ള അറസ്റ്റുകൾ ഇംഗ്ലണ്ടിൽ അനുവദിക്കില്ല. ഇങ്ങനെ 4 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവരിത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് രാജാവ് ബിഷപ്പുമാർക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി. ആ ലോങ് പാർലമെൻറ്റിൽ പിം എന്ന നേതാവ് രാജാവിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് തയ്യാറായി. പിമ്മിനെ അറസ്റ്റ് ചെയ്യാനുള്ള രാജാവിൻ്റെ നീക്കങ്ങളൊന്നും തന്നെ നടക്കാതെ വന്നപ്പോൾ രാജാവ് പാർലമെൻറ്റിനെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും പാർലമെൻറ്റ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി പുതിയൊരു മിലിറ്ററി ഗ്രൂപ്പിനെ ഫോം ചെയ്യുകയും ആ ഗ്രൂപ്പും രാജാവിൻ്റെ മിലിറ്ററിയും തമ്മിലുള്ള യുദ്ധം 1642 മുതൽ 45 വരെയുള്ള സിവിൽ വാറിലേക്ക് നയിക്കുകയും സിവിൽ വാർ ഇംഗ്ലണ്ടിൽ പ്രകടമായിട്ടുള്ള കുറേ മാറ്റങ്ങൾക്ക് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലൂടെ ഇംഗ്ലണ്ട് നേടിയെടുത്ത അവകാശങ്ങളെ ഒരുപാട് കാലം സംരക്ഷിക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ജോൺ എലിയറ്റിന് തടങ്കലിൽ വയ്ക്കുകയും പിന്നീട് അദ്ദേഹം സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി രക്തസാക്ഷിയാവുകയും ചെയ്തു. ജോൺ എലിയറ്റ് രക്തസാക്ഷിയായതോടുകൂടി ഏറ്റവും
ഭാഗ്യം ലഭിച്ച വ്യക്തി ചാൾസ് ഫസ്റ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരെ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ജോൺ എലിയറ്റിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ജോൺ എലിയറ്റിനെ തടങ്കലിൽ വെച്ചതും പിന്നീട് അദ്ദേഹം അവിടെ രക്തസാക്ഷിയാവുന്നു. അതിനുശേഷം ഈ രക്തസാക്ഷി ആയതിനു ശേഷം 11 വർഷക്കാലം ചാൾസ് ഫസ്റ്റ് സ്വതന്ത്രമായിട്ട് രാജ്യത്തിൻ്റെ ഭരണം കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു പൂർണ്ണമായിട്ടും സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇംഗ്ലണ്ടിൽ പിന്നീട് അദ്ദേഹം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ രാജാവിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടമായിട്ട് ഇംഗ്ലണ്ടിലെ ഭരണം പിന്നീട് മാറുകയായിരുന്നു. ഒപ്പം ഇതിലേറ്റവും വലിയ പ്രശ്നം സൃഷ്ടിച്ചത് അദ്ദേഹം സ്കോട്ട്ലൻഡിലെ ചർച്ചിന് തുല്യമായിട്ടുള്ള രീതിയിൽ ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ചിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭരണ പോരായ്മയായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ ചർച്ചിൽ ബിഷപ്പിന് ലഭിക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിൽ ബിഷപ്പുമാരാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബേസിക്കലി സ്പിരിച്വൽ ലൈഫിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അവരുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്കോട്ട്ലൻഡിലെ ചർച്ചിൽ ബിഷപ്പുമാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. അവിടുത്തെ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് സ്കോട്ട്ലൻഡിലെ ചർച്ചിൽ ഭരണം നടത്തുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് ഇംഗ്ലണ്ടിലെ ചർച്ചിനെ മാറ്റാനുള്ളൊരു തീരുമാനം, എ റിലീജിയൻ വിത്തൗട്ട് ബിഷപ്സ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ബിഷപ്പ് വാർ ഉണ്ടാവാനുള്ള കാരണമായത്. രാജാവ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ബിഷപ്പുമാരെ ഇല്ലാതാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ ജനങ്ങൾ ബിഷപ്പുമാർ വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടും യുദ്ധം ചെയ്തു. ഇത്തരത്തിലുള്ള യുദ്ധം അവസാനം ഇംഗ്ലണ്ടിലെ ചർച്ചിനെയും സ്കോട്ട്ലൻഡിലെ ചർച്ചിനെയും യൂണിഫോം ചെയ്യാനുള്ള രാജാവിൻ്റെ തീരുമാനത്തിന് സ്കോട്ട്ലൻഡുകാർ ശക്തമായിട്ട് എതിർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജാവ് ഒരു വലിയ തുക സ്കോട്ട്ലൻഡിലെ ജനങ്ങൾക്ക് പിഴയായിട്ട് അടയ്ക്കേണ്ടതായിട്ടും വന്നു. ഈ പിഴ അടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1640 മുതൽ 1660 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാനായിട്ട് രാജാവ് തീരുമാനിക്കുന്നു. രാജാവിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം പാർലമെൻറ്റിനെ വിളിച്ചു കൂട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഈ രീതിയോട് പാർലമെൻറ്റിന് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ എതിർപ്പിനെ രാജാവിന് മറികടക്കണം. അതിന് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ ആ സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു പിം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം രാജാവിൻ്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ പാർലമെൻറ്റിനെ വിളിക്കുന്ന ഈ രീതിയെയും നിശിതമായിട്ട് വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്ന രാജാവ് എങ്ങനെയും പാർലമെൻറ്റ് പിരിച്ചുവിടണം, പിം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. കാരണം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ലോങ് പാർലമെൻറ്റ് കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് പാർലമെൻറ്റ് പിരിച്ചുവിടണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ അനുവാദം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ടെറണിയൽ ആക്റ്റാണ്. ഓരോ 3 വർഷം കൂടുമ്പോഴും നിർബന്ധമായിട്ടും പാർലമെൻറ്റ് വിളിച്ചു ചേർത്തിരിക്കണം. കാരണം കഴിഞ്ഞ 11 വർഷം ചാൾസ് ഒരു പാർലമെൻറ്റ് പോലും വിളിച്ചിട്ടില്ല. 1629 ശേഷം പാർലമെൻറ്റേ വിളിച്ചിട്ടില്ല. അപ്പോൾ 30 + 10 40 1640 പിന്നീട് ഒരു പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ടെറണിയൽ ആക്റ്റിൽ അവർ നിർബന്ധപൂർവ്വം പറഞ്ഞു ഓരോ 3 വർഷത്തിലും പാർലമെൻറ്റ് നിർബന്ധമായിട്ടും വിളിച്ചു ചേർക്കണം. അതുപോലെ തന്നെ ബിൽ ഓഫ് അറ്റൈൻഡർ പറയുന്നത് ഏതൊരു മിനിസ്റ്ററെയും വിചാരണ ചെയ്യാതെ തന്നെ പുറത്താക്കാനും തടങ്കലിൽ വെക്കാനുമുള്ള അനുവാദം ആർക്കുണ്ടായിരിക്കും? ഈ പറയുന്ന പാർലമെൻറ്റിനുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ആക്റ്റുകളും പാർലമെൻറ്റിലൊരു ഡിവിഷൻ കൊണ്ടുവന്നില്ല, പാർലമെൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്തില്ല. പക്ഷേ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പാർലമെൻറ്റിൻ്റെ നടപടികൾ നീണ്ടപ്പോൾ അത് പാർലമെൻറ്റ് രണ്ടാവാനായിട്ട് കാരണമായി. അതിൽ പ്രധാനപ്പെട്ടതാണ് റൂട്ട് ആൻഡ് ബ്രാഞ്ച് ബിൽ. ഈ ബില്ല് പ്രകാരം
ബിഷപ്പിൻ്റെ അവകാശങ്ങളൊക്കെ എടുത്തു കളയുന്ന ഒരു രീതിയിലേക്ക് ഇംഗ്ലണ്ടിൻ്റെ ഭരണം പോകാൻ തുടങ്ങിയപ്പോൾ പ്യൂരിറ്റൻസും ആംഗ്ലിക്കൻസും രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ഇംഗ്ലണ്ടിൻ്റെ പാർലമെൻറ്റിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. ഈ സ്പ്ലിറ്റ് ഏറ്റവും കൂടുതൽ സഹായിച്ചത് രാജാവിനെയാണ്. കാരണം അദ്ദേഹത്തിന് ഇവരുടെ സഖ്യത്തെ പൊളിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമായിരുന്നു ഇവർക്കിടയിലുണ്ടായ ഈ റിലീജിയസ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇതുപയോഗിച്ച് അദ്ദേഹം അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഒരു വലിയ ഫോഴ്സിനെ ഉപയോഗിച്ച് രാജാവ് പാർലമെൻറ്റിലേക്ക് കടന്നു വരികയും പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ ശ്രമം വിഫലമാവുകയും നേതാക്കളൊക്കെ നേരത്തെ തന്നെ പാർലമെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് രാജാവിൻ്റെ മിലിറ്ററിക്ക് എതിരെ നിൽക്കാൻ പാർലമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി അവരൊരു മിലിറ്ററി വിങ്ങിനെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ആ മിലിറ്ററി വിങ്ങും രാജാവിൻ്റെ മിലിറ്ററി വിങ്ങും തമ്മിൽ നടന്ന കലാപമാണ് ഇംഗ്ലണ്ടിൽ സിവിൽ വാർ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ഭരണകാലഘട്ടങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു സിവിൽ വാർ. അപ്പോൾ സിവിൽ വാറും അതുകൊണ്ടുണ്ടായ ഇംഗ്ലണ്ടിലേക്കുണ്ടായ ഇമ്പാക്റ്റും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.